എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതാപൻ മാസ്റ്റർ ചെയ്ത വിളക്ക് പൂജയ്ക്ക് ശേഷം, സർവേശ്വര പൂജയ്ക്ക് ശേഷം ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇന്ന് പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ആചാര്യനായ പ്രതാപൻ ചേന്നമംഗലം അവരുടെ ശിഷ്യ ശ്രീമതി സ്മിത പ്രിയകുമാർ. ശ്രീമതി സ്മിത, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മളുടെ കുടുംബ യൂണിറ്റുകളിലൊക്കെ ഇപ്പോൾ അവർ സുപരിചിതയാണ്. ഏതാണ്ട് 11 കുടുംബ യൂണിറ്റുകളിൽ ക്ലാസുകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. നമ്മളുടെ കുടുംബ യൂണിറ്റ് അംഗങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയ ശ്രീമതി സ്മിത അവരെ ഇന്നത്തെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്മിത ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും അഡ്വാൻസായി നേരുന്നു. താഴണം. അപ്പൊ കംഫർട്ടബിൾ എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ചിന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനിറ്റിത്തടം നൽപുൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയൊടു പുരുരോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം വരുമരിയകരാബ്ജങ്ങളും തുംഗഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഋക്ഷവത്കുതികൊള്ളുമെൻ മനമിക്കണക്കുവരാതിനെ രക്ഷ ചെയ്വതിനൊച്ചയുള്ള ചിലമ്പിടും നരിയാണിയും പക്ഷിവാഹന ഭാഗിനേയ മയൂരപൃഷ്ഠമമർന്നു വന്നക്ഷിഗോചരമായി ഭവിക്കണമെപ്പോഴും ഗുഹപാഹി മാം. ഓം തത്പുരുഷായ വിദ്മഹേ തന്നോ ഷൺമുഖ പ്രചോദയാത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി തൃപാദങ്ങളുടെ നാമത്തിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ആരാധ്യനായ നമ്മുടെ എല്ലാം പ്രിയ ഗുരുനാഥൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. അതുപോലെ നമ്മുടെ അധ്യക്ഷൻ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ബഹുമാന്യനായ സുഗതൻ സാർ, നമ്മുടെ സമാരാധ്യനായ സെക്രട്ടറി കാർത്തികേയൻ സാർ, അങ്ങനെ
ഇവിടുത്തെ എല്ലാ സംഘടനാ സാരഥികൾക്കും വനിതാ സംഘം പ്രവർത്തികൾക്കും വനിതാ സംഘം പ്രവർത്തകർക്കും ഒക്കെ തൃപ്പാദങ്ങളുടെ നാമത്തിൽ ആമുഖമായി പ്രണാമം അർപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെ ക്ഷേത്രത്തിലെ ശ്രേഷ്ഠരായ വൈദികന്മാർക്കും ഒക്കെ തൃപ്പാദങ്ങളുടെ നാമത്തിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ഇവിടെ തൃപ്പാദങ്ങളെ പറ്റി പറയുന്നിടങ്ങളിലെല്ലാം ഭഗവാനെ ശ്രവിക്കാൻ സാഗൂതം എത്തിയിരിക്കുന്ന, കുതൂഹലതയോടെ ഓടിയെത്തിയിരിക്കുന്ന ഭഗവാന്റെ ശിഷ്യഗണങ്ങൾക്കും ശരീരമില്ലാതെയാണ് നമുക്കവരെ കാണാൻ സാധിക്കുകയില്ല. എന്നാലും ഭഗവാനെ പറ്റി പറയുന്നിടങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. നമുക്ക് അവരെയും കൂടി തൃപ്പാദങ്ങളുടെ നാമത്തിൽ പ്രണാമം അർപ്പിക്കാം. ആത്മാനന്ദ മഹാംബോധിയിൽ ആമഗ്നം വിലയം പ്രാപിച്ച ആജന്മശുദ്ധനായ മഹാഗുരുവിന്റെ നാമത്തിൽ നാം ഇന്നിവിടെ ഒത്തുചേരുമ്പോൾ എല്ലാ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ഈശ്വര ആരാധന എത്തിക്കണം എന്ന മഹത് സന്ദേശമാണ് ഇന്നിവിടെ അർത്ഥപൂർണമാകുന്നത്. മാത്രമല്ല, മഹാഗുരുവിന്റെ സച്ചരിതവും ദർശനവും ഓരോ ഹൃദയത്തോടും ചേർത്തു വെച്ച് അനുഗ്രഹവും അറിവും നേടാനായി ശ്രമിക്കുന്ന ഇവിടുത്തെ സംഘടനാ സാരഥികൾക്ക് ആദരവോടെ ഇന്ന് ഇങ്ങനെ ഒരു വേദി എനിക്ക് തന്ന് അനുഗ്രഹിച്ചതിന് അവർക്ക് കൃതജ്ഞത ഭഗവാന്റെ നാമത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ഇന്ന് എല്ലാവരും വളരെ സന്തോഷപൂർണമായ ഒരു ദിവസമാണ് കുടുംബ സംഗമം. അപ്പോൾ ഈ കുടുംബ സംഗമത്തിലെ എല്ലാവരും എത്തിച്ചേരാൻ മഹാഗുരുവിന്റെ ഭാഗ്യമുള്ള ആൾക്കാർക്കാണ് തൃപ്പാദങ്ങളെ പറ്റി പറയുന്ന ഇടങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത്. എത്രയോ ആൾക്കാർ ഇവിടെ ഇനിയും ആകേണ്ടത് ആവശ്യമാണ്. പക്ഷെ എത്താൻ സാധിച്ചത്, എല്ലാ ജോലികളും കഴിച്ചു വെച്ച് ഇവിടെ എത്താൻ സാധിച്ചത് തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാസംഗമം ഇവിടെ നടത്തുന്ന ഈ സാരഥികളുടെ ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. എന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ സംഗമങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ മാത്രം ഉത്കൃഷ്ടമായ സാംസ്കാരിക ശുദ്ധീകരണം മാത്രമല്ല, വരും തലമുറയ്ക്കും അതുപോലെ മറ്റുള്ളവർക്കും നമ്മുടെ ഉത്കൃഷ്ടമായ ജീവിത രീതി വളർത്തുവാനുള്ള ഒരു പ്രചോദനമാകട്ടെ ഈ സംഗമം എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതിപ്പോ കുടുംബ സംഗമമാണ്. ഇതുപോലൊരു സംഗമം, ഒരു ഗുരുശിഷ്യ സംഗമം ഏപ്രിൽ 20 പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായിരുന്നു. ഇവിടെ നിന്നും നിങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ സാരഥികൾ അവിടെയും എത്തുകയുണ്ടായിരുന്നു. ഒരു മഹാസംഗമമായിരുന്നു. ടൗൺ ഹാൾ നിറഞ്ഞ് കവിഞ്ഞ് ഒരു ശ്രേഷ്ഠനായ ആചാര്യൻ ഗുരുധർമ്മ പ്രചരണം എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ്, അദ്ദേഹത്തിന്റെ തപസ് പോലെയാണ് അത് ഈ കേരളം ഒട്ടാകെ നമ്മുടെ ആചാര്യൻ നടത്തുന്നത്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശിഷ്യ സമ്പത്ത് അവിടെ ഓടിയെത്തി ആ ആചാര്യന്റെ സവിധത്തിൽ ഇരിക്കുവാനും അല്പനേരം അദ്ദേഹത്തെ ശ്രവിക്കാനും എത്തിയത് വളരെ ഉദാത്തമായൊരു ദിവസമായിരുന്നു അന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോൾ ഗുരുദേവ കൃതികൾ പഠിപ്പിക്കുന്നതിൽ ഇത്രമാത്രം അവഗാഹമുള്ള ഒരു ആചാര്യനെ നമുക്ക് തന്ന് അനുഗ്രഹിച്ച തൃപ്പാദങ്ങൾക്ക് ഈ അവസരത്തിൽ കൃതജ്ഞത പറയുകയാണ്. ഇപ്പോൾ കുടുംബ സംഗമം കഴിഞ്ഞു, ഇപ്പോൾ ഗുരുശിഷ്യ സംഗമം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് ഈ ബന്ധങ്ങൾ? ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത്? ഞാൻ എപ്പോഴും ഈ മൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുകളിൽ നിൽക്കാൻ ഇത്തിരി താല്പര്യക്കുറവാണ്. എന്താന്ന് വെച്ചാൽ താഴെ വരുമ്പോഴാണ് എനിക്ക് എല്ലാവരെയും ഒന്നുകൂടി കാണാൻ ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആ മുഖവും ഒക്കെ നന്നായി കാണാൻ എനിക്ക് സാധിക്കും എന്നോർത്താണ്. പക്ഷെ എന്നെ ആർക്കും കാണാൻ പറ്റില്ല, പൊക്കമൊക്കെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെ നമ്മള്
എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞും കൊണ്ടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴായിരിക്കും കുറേയും കൂടിയൊക്കെ ഒരു ഇഷ്ടം വരുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മള് ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് എന്താണ്? ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം. കണ്ടോ? പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയെ എന്ന് നമ്മൾ ചൊല്ലും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭഗവാൻ പ്രസന്നവദനം ധ്യായേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ ചിരിച്ച് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ചിരിച്ചില്ലെങ്കിലോ? അപ്പോൾ ഈശ്വരാനുഗ്രഹം ഈശ്വരാധീനമുള്ള ആൾക്കാരെയൊക്കെ കണ്ടാൽ അറിയുന്ന അതിനുള്ള ഒരു ലക്ഷണമാണ് മുഖപ്രസാദം. ചിരി ഉണ്ടാവും എല്ലാവരും. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ്, നമ്മൾ ദേവിയുടെ ലളിതാ സഹസ്രനാമത്തിലും ഒക്കെ ധ്യാനത്തിലും ദേവീനെ ചെന്ന് എങ്ങനെ പ്രാർത്ഥിക്കണം? സിന്ദൂരാരണ വിഗ്രഹാം ത്രിണയനാം മാണിക്യമൗലീസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖി. അല്ലെ? ചിരിച്ച മുഖത്തോടുകൂടി അമ്മ എന്നെ നോക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ നോക്കുമ്പോ നമ്മളെങ്ങനെയായിരിക്കും? കരഞ്ഞു പോകും അല്ലേ? അല്ലെങ്കിലോ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യവും ഒക്കെ ഉണ്ടാവും നമ്മുടെ മുഖത്ത്. അപ്പോൾ സന്തോഷം നമ്മൾ സൂര്യകാന്തി പൂക്കളെ പോലെ ആവണം എന്നാ ഞാൻ അടുത്ത് വന്ന് നിന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? അതിനൊരു സീക്രട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സൂര്യകാന്തി പൂക്കള് സൂര്യപ്രകാശത്തിലേക്ക് നോക്കിയായിരിക്കും അവരിങ്ങനെ നിൽക്കുന്നത്. സൂര്യനൊന്ന് മങ്ങിക്കഴിഞ്ഞാൽ ഇവര് സൂര്യകാന്തി പൂക്കൾ തമ്മിൽ നോക്കും. അതെന്തിനാ? പരസ്പരം അങ്ങും ഊർജം കൈമാറുകയാണ്. അപ്പൊ ഞാൻ അടുത്തേക്ക് വരുമ്പോ എനിക്കാണ് അതിന്റെ ഊർജം കിട്ടുന്നത്. നിങ്ങളിൽ നിന്നുള്ള ഊർജം എനിക്ക് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇത്രയും ദൂരെയാണ്. അപ്പൊ നിങ്ങൾ നമുക്ക് പരസ്പരം ആ ഊർജം കൈമാറി കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി മഹാഗുരുവിനെ പറയുന്നിടങ്ങളിലെല്ലാം അത്യന്തം ശ്രദ്ധയോടുകൂടി ശ്രവിക്കാൻ ഉള്ള അനുഗ്രഹം ഭഗവാൻ തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ നമ്മൾ ചോദിച്ച ചോദ്യം ഞാൻ മറന്നിട്ടില്ല. എന്താണ്? ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് പറയൂ. അതാണ് ആരും എല്ലാവർക്കും അറിയാം അല്ലെ? ഭാര്യ ഭർത്തൃ ബന്ധമുണ്ട്. പിന്നെ ഒച്ചത്തി പറഞ്ഞു. പുത്ര പിതൃബന്ധമുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ എന്ത് ബന്ധമാണ്? ഗുരു ശിഷ്യ ബന്ധമുണ്ട്. ഇതിൽ ഏറ്റവും ഉദാത്തമായ ഏറ്റവും പവിത്രമായ ഒരു ബന്ധം ഏതാണ്? മാതൃപുത്ര ബന്ധം അല്ലേ? പിതൃപുത്ര ബന്ധം. അങ്ങനെ എല്ലാവർക്കും ഓരോ ബന്ധങ്ങളാണ് ഉള്ളത് അല്ലേ? അത് നമ്മളുടെ മനസ്സിന്റെ ഒരു സങ്കല്പമാണ്. മാതാപിതാ പുത്രബന്ധമാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഗുരു പറയുവാണ്, മാതാവുമില്ലവിടെ അന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. ബന്ധുക്കളില്ല ബലവും നിനയ്ക്കില്ലെന്തോന്നു കൊണ്ടു വളർന്നത് ഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലിതിനു നീയരുളിടു ശംഭോ. കണ്ടോ? മാതാവുമില്ലവിടെ അന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. അന്ന് അവിടെ ഗർഭത്തിൽ കിടക്കുമ്പോ മാതാവുമില്ല പിതാവുമില്ല ആരുമില്ല. അവിടെ ആരാ ഉള്ളത്? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ പറയും മാതാപിതാ ഗുരു. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. അങ്ങനെ പറയുമ്പോ മാതാവാണ് ദൈവം, പിതാവാണ് ദൈവം, ഗുരുവാണ് ദൈവം എന്ന് പറയും. പക്ഷെ ഗുരു എന്താ പറഞ്ഞത്? അവിടെ മാതാവുമില്ല പിതാവുമില്ല. അവിടുന്ന് ആ സമയത്ത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ ഭഗവാനാണ് മാതാവായി വന്നത്, ദൈവമാണ് പിതാവായി വന്നത്, ദൈവമാണ് ഗുരുവായിട്ട് വന്നത്. ദൈവമാണ് എല്ലാം എന്നാണ് മഹാഗുരു നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാത്തമായ ബന്ധം ഏത് ബന്ധമാണ്? ഗുരു ശിഷ്യ ബന്ധമാണ്. അതിനോളം പവിത്രതയുള്ളൊരു ബന്ധം വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോ
ആ ഗുരുശിഷ്യ ബന്ധത്തിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അച്ഛനമ്മമാര് അതുപോലെ അധ്യാപകരൊക്കെ പറഞ്ഞു തരുന്നത് വെറും കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങൾക്കൊക്കെയും പരമകാരണമായി വർത്തിക്കുന്ന ജഗത് പിതാവിലും ഈശ്വരനിലും സ്വന്തം മാതാവിലും സ്വന്തം ഗുരുവിലും പിതാവിലും അതുപോലെ സത്യത്തെ അറിഞ്ഞവനിലും അത് സ്ഥാപിച്ചവനിലും അതുപോലെ തന്നെ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യാത്തവനിലും നിഷിദ്ധമായ പ്രവർത്തികൾ ഒന്നും ചെയ്യാത്തവനിലും ലോകത്തിന്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനിലും ഏത് അനുരാഗമാണോ ഉള്ളത് ആ അനുരാഗം അത് പരമാത്മാവിലായാൽ അത് പരാഭക്തിയാകുമെന്ന് പഠിപ്പിക്കുന്നത് മഹാഗുരുക്കന്മാരാണ്. അങ്ങനെ ആ ഗുരുക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചു തന്ന് ഗുരു നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് സപ്തഭൂമികകളിലൂടെയാണ്. അവിടെ വെച്ചാണ് ഒരു മനുഷ്യന് ജിജ്ഞാസ നിവൃത്തി വരുത്തി കൊടുക്കുന്നത്. എന്തറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാനില്ല എന്നുള്ള ഒരു തലം നമ്മൾ ഓടിപ്പാഞ്ഞു നടക്കുകയാണ്. പക്ഷെ ഒരിടത്ത് നിന്നും നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ല. ഇനി എന്തറിഞ്ഞ ഇനിയും അറിയണം, ഇനി എന്തറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാനില്ല എന്നുള്ളൊരു സമാധാനം തരുന്നൊരു ഭൂമിക, ഒരു ജിജ്ഞാസ നിവൃത്തി വരുത്തുന്നത് ഗുരുവാണ്. ഇതിനുശേഷം പിന്നെ വരുത്തുന്ന ഒരു ഭൂമികയാണ് എന്താണ്? ജിജ്ഞാസ നിവൃത്തി കഴിയുമ്പോൾ പിന്നെ ജഹാസ നിവൃത്തിയാണ്. പിന്നെ വരുന്നത് ചികീർഷ എന്ന് പറഞ്ഞൊരു നിവൃത്തി, പിന്നെ പ്രോപ്സ നിവൃത്തി, പിന്നെ ഭയനിവൃത്തി, ശോക നിവൃത്തി, പിന്നെ സർവവികൽപ്പ നിവൃത്തിയാണ്. എന്ന് വെച്ചാല് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും അറിയാനില്ല. അപ്പോൾ കളയേണ്ടതെല്ലാം കളഞ്ഞു, ഇനി ഒന്നും കളയാനില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. ഇനിയോ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനി ഒന്നും കിട്ടാനുമില്ല, ഒന്നുമില്ല, ഇനി എനിക്കൊന്നും വേണ്ട. അങ്ങനെ വരുമ്പോൾ ഭയനിവൃത്തി വരികയാണ്. ഭയം പോയി കഴിഞ്ഞാൽ പിന്നെ ശോകമില്ല, ദുഃഖമില്ല, സർവവികൽപ്പ നിവൃത്തി വരുത്തുന്നത് ഇതൊക്കെ ഗുരുക്കന്മാരാണ്. അങ്ങനെ ആ ഭഗവാൻ നമ്മുടെ കൈ പിടിച്ചാണ് ഗുരു നമ്മളെ ഈ സപ്തഭൂമികകളിലൂടെയും കൊണ്ടുപോകുന്നത്. എത്രമാത്രം ശ്രദ്ധിച്ചാണെന്നോ ശിഷ്യരെ ആ തലത്തിലേക്ക് എത്തിക്കുമ്പോൾ ശിഷ്യന് കൈവരുന്നത് സ്വസ്വരൂപ ജ്ഞാനമാണ്. നിജസ്മൃതിയിലേക്കാണ് ഗുരു നമ്മളെ എത്തിക്കുന്നത്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് നമ്മുടെ സ്വരൂപം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഡോക്ടറാകും, വക്കീലാണ്, എഞ്ചിനീയർ ആണ്, ആണാണ്, പെണ്ണാണ് എന്നൊക്കെയുള്ള ആ രൂപത്തിൽ നിന്നും നമ്മളെ എല്ലാ വേഷം കെട്ടലും അഴിച്ചു വെപ്പിച്ചിട്ട് സ്വസ്വരൂപത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ഞാൻ ആരാണ്. ആ സിനിമയിൽ പറയില്ല, എന്താണ്? താൻ ആരാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണ്. ആ ഒരു ഞാൻ ആരാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഗുരുക്കന്മാരാണ്. മഹാഗുരുക്കന്മാർക്ക് മാത്രമേ നമ്മളെ ആ സ്വസ്വരൂപത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്? മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമ്മൾ ആരാണ്? നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും എന്ന ആ പരമമായ അറിവിലേക്ക്, സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക്, അവിടെയാണ് സ ആത്മാ തത്വമസി ശ്വേതകേതു എന്ന് പറഞ്ഞ പോലെ നമ്മളിലേക്ക് തന്നെ എത്തിക്കുന്നത് മഹാഗുരുവാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ആധുനിക കേരളം ചരിത്രത്തിന്റെ ഈറ്റില്ലത്തിൽ നിന്ന് ഒരു അംഗവൈകല്യമോ അതുപോലെ പ്രാണനാശമോ സംഭവിക്കാതെ പുറത്തു വന്നത് മഹാഗുരുവിൻ്റെ അതിനിപുണമായ പ്രസൂതി തന്ത്രപ്രയോഗത്താൽ മാത്രമാണ്. മഹാഗുരുവിൻ്റെ അതിവിദഗ്ധമായ പ്രസൂതി തന്ത്രപ്രയോഗം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കേരളം
ഒരു പ്രാണനാശമോ അംഗവൈകല്യമോ കൂടാതെ പുറത്തു വന്നത്. കെട്ടുപിണഞ്ഞ സിരാപടലങ്ങളുടെയും അതുപോലെ തന്നെ ചീഞ്ഞളിഞ്ഞ കോശനാളങ്ങളുടെയും ഇടയിൽ കുരുങ്ങിക്കിടന്ന് ശ്വാസം മുട്ടുകയായിരുന്നു അന്ന് കേരള ഗർഭം. എത്രയോ ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ചക്രവർത്തിമാരെയും ഗർഭത്തിൽ വെച്ച് തന്നെ അലസിപ്പിച്ച ക്രൂരതയിൽ പിടഞ്ഞ അന്നത്തെ കേരളം മഹാകവി കുമാരനാശാൻ നമുക്ക് ദുരവസ്ഥയിൽ പാടിയതറിയാം. എങ്ങനെയാണ്? എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും, ക്രൂരയാം ജാതിയാൽ നൂനം മലസിപ്പോയി കേരള മാതാവേ നിൻ വയറ്റിൽ. ഇത്ര ചക്രവർത്തിമാര് വരെയാണ് അലസിപ്പിച്ച് കളഞ്ഞ അന്നത്തെ ക്രൂരത. അതാണ് മഹാകവി കുമാരനാശാൻ ദുരവസ്ഥയിൽ നമുക്ക് വരച്ചു കാട്ടിത്തന്നത്. ഈ പ്രസവം നടത്തുന്നതിന് ആരാണ് ഇതിന് കഴിവുള്ള ഭിഷക്ക് വൈദ്യൻ എന്ന് ചോദിച്ചപ്പോൾ കേരളം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസവം നടത്തുന്നത് ആരാണ് എന്ന് അന്വേഷിച്ച് അതിനുള്ള ഭിഷക്ക് ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടുകിട്ടിയ അത്യപൂർവ മഹത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരു ജനിച്ചത് ഭൂജാതനായത് ഒരു സമുദായത്തിലാണെങ്കിലും അത് നേരാണ്. എന്നിരുന്നാലും ആ സമുദായ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സാമുദായിക കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ഒരു മഹാദർശനം ഗുരുവിനെ പ്രകാശിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്ന് അന്വേഷിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പാരായണം ചെയ്യേണ്ട ഒരു വളരെ വലിയൊരു കാര്യമാണ് മഹാഗുരുവിന്റെ കൃതികൾ. മഹാഗുരുവിന്റെ കൃതികളിലാണ് മഹാഗുരുവിന്റെ ദർശനങ്ങളൊക്കെ. മഹാഗുരുവിന് ഒരേ ഒരു ദർശനമുള്ള, അത് അദ്വൈതമാണ്. ആ ദർശനം അടങ്ങിയിരിക്കുന്നത് മഹാഗുരുവിന്റെ കൃതിയിലാണ്. സ്വാന്തപ്രകാശത്തിൽ നിന്നുണർന്ന ഒരു പരമ ആചാര്യന്റെ ആത്മപ്രദ്യോതമാണ് ആ കൃതികളുടെ അന്തസത്ത. കേരളം ഭാരതത്തെയും കടന്ന് ലോകത്തെ കേൾപ്പിച്ച വേദാന്ത പ്രതിഭയുടെ മധുരമായ മുഴക്കവും ഒഴുക്കുമത്രേ ആ കൃതികൾ. ഈ കവിത നിശ്ചിന്തമാണ് ആധുനിക ഗംഗ. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന വളരെ കഷ്ടകരമായ പ്രാചീനമായ തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും അതുപോലെ സത്യലോപത്തിന്റെയും പാപസഞ്ചയം കഴുകിക്കളയുന്നതിന് അധ്യാത്മപ്രഭയാർന്ന ഒരു അഭിനവ ഭഗീരഥന്റെ നിരന്തര തപസ്സിനാൽ സാധ്യമായ സമാധ്യാവസ്ഥയുടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിച്ച ശ്രീനാരായണ ഗംഗയാണ് മഹാഗുരുവിന്റെ അമൃതസാരമായ കൃതികൾ. ഈ കൃതികൾ വായിച്ച് അനുഭവിക്കുന്നവർ ഈ നാടിന്റെ പാപക്കറ കഴുകിക്കളയുന്നവരായി തീരുമെന്ന് യശശരീരനായ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹാഗുരുവിന്റെ കവനചേതനയെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ മാസ്റ്റർ സുകുമാർ അഴീക്കോട് സാർ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, അത് മഹാകവി കുമാരനാശാനെ കുറിച്ചാണ്. ആശയ ഗാംഭീര്യവും ഭാവബന്ധുരവും ചിന്താസൗരഭ്യപൂരിതവുമായ കാവ്യതല്ലജങ്ങളെ സമ്മാനിച്ച കവി സാർവഭൗമനാണ് മഹാകവി കുമാരനാശാൻ. കുമാരനാശാനിലൂടെ പ്രവഹിച്ച ഈ കവനചേതന മഹാഗുരുവിന്റെ അനുഗ്രഹവും ചൈതന്യവും തന്നെയാണ് എന്നാണ് നമുക്കും അറിയാവുന്ന കാര്യം. അതുപോലെ മഹാഗുരുവിന്റെ ഈ കാവ്യ രചനകളെല്ലാം, അതുപോലെ ഈ കവനചേതന ഒക്കെ മഹാഗുരുവിന്റെ ശിഷ്യനായ കുമാരനാശാനിലൂടെ പുനർജന്മം കൊണ്ട് മലയാള കവിതയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഭഗവാന്റെ ഈ കാവ്യ ജീവിതത്തിന്റെ തുടർച്ചയും സാഫല്യവുമാണ് മഹാകവി കുമാരനാശാൻ. ഒരു സൂര്യൻ മറ്റൊരു സൂര്യനെ ഉത്പാദിപ്പിച്ച് ചാരിതാർത്ഥരായ കഥയാണ് അവരുടേത്. അതെ, ശ്രീനാരായണ സൂര്യൻ എന്ന മഹാസൂര്യൻ ഉത്പാദിപ്പിച്ച മറ്റൊരു സൂര്യൻ തന്നെയാണ് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ സ്വന്തം തന്നെയായ
മഹാകവി കുമാരനാശാൻ. മഹാകവി കുമാരനാശാൻ രചിച്ചു തന്ന ഒരുപാട് കാവ്യതല്ലജങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതിലെ നമ്മുടെ ശ്രീനാരായണ ചൈതന്യം കവിഞ്ഞൊഴുകുന്ന ശിവഗിരിയിലെ മഹാസമാധി മന്ദിരത്തിലെ പ്രദോഷ പൂജയ്ക്കും പ്രഭാത സന്ധ്യ പൂജയ്ക്ക് ശേഷം പരമ പ്രാധാന്യത്തോടുകൂടി ആലപിക്കുന്ന ഒരു സ്തോത്രമാണ് ഏത്? നമ്മളെല്ലാവരും ജപിക്കുന്ന ചൊല്ലുന്ന ഗുരുസ്തവം എന്ന് പറഞ്ഞ സമാജസ്തുതി. ആ ഒരു സ്തുതിയില് മഹാകവി കുമാരനാശാൻ തന്റെ സർവസ്വമായ മഹാഗുരുവിനെ അടക്കി വെച്ചിട്ടുള്ളതാണ്. ഈ അതിപ്രഗത്ഭനായ കുമാരനാശാൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ മഹാതപസ്വിയായ മഹാസന്യാസിയായ ഗുരുവിന്റെ യശസ് ഇത്രമാത്രം ഉയരുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. പദകുബേരനായ മഹാകവി കുമാരനാശാൻ ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആ വരികൾ വായിച്ച് അനുഭവിച്ചറിയുന്നവർക്ക് ഇനി ഒരു ദൈവത്തെ അന്വേഷിച്ച് പോകണമോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് സ്വയം അവരവർ തന്നെയാണ്. അത്രമാത്രം ആ കൃതിയിൽ ഭഗവാനെ, ആരാണ്, ഭഗവാന്റെ സ്വരൂപം എന്താണ് എന്ന് അടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബ യൂണിറ്റുകളിലൊക്കെ അതെല്ലാം പഠിച്ചവരാണ്. അതിന്റെ മഹത്വം നമുക്ക് നിങ്ങളുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കും. ഗുരുവിനെ അറിഞ്ഞ ആൾക്കാര്, ഗുരുവിനെ ആ ദർശനം മനസ്സിലാക്കിയ അവരുടെയൊക്കെ ആ സമീപനം, അത് ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിയും ഈ ക്ഷേത്രത്തിന്റെ എല്ലാം നമുക്ക് കാണുമ്പോൾ ആ ഗുരുവിന്റെ ഇന്ന് ഇവിടെ നടന്ന ചടങ്ങ് നിസ്സാരമായ ഒരു കാര്യമല്ല. എന്താ പറയണ, നമ്മളൊരു മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ 3 കടങ്ങളോട് കൂടിയാണ് പിറക്കുന്നത്. 3 ഋണങ്ങൾ. ഒന്നെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ദേവകടം, പിതൃകടം, പിന്നെ ഏത് കടാണ്? ഋഷികടം. ആ ഋഷികടം വീട്ടുക എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമല്ല. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു അസ്വസ്ഥതയും നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നില്ല. എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും, പൂജിച്ച് ഗുരുവായൂർ പോയാലും മറ്റു പല സ്ഥലങ്ങളിൽ പോയാലും വീട്ടിൽ വന്ന തിരിച്ചു വരുമ്പോഴും അവസ്ഥ അത് തന്നെ. ശങ്കരം പിന്നെ തെങ്ങേല. കാരണം എന്താണ്? ഈ ഒരു ബാധ്യത നമ്മുടെ ബാധ പോലെ പിന്തുടരുകയാണ്. മഹാചാര്യന്റെ ഇതില് നമുക്ക് ആ സവിധത്തില് മഹാഗുരുവിന്റെ ആ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലി സമർപ്പിച്ചതിലൂടെ ഈ ദേശത്തിനും ഈ കുടുംബത്തിലെ സന്തതി പരമ്പരകൾക്കെല്ലാം ആ ഋണബാധ്യതയിൽ നിന്നുള്ള മോചനമാണ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കോരിത്തരിപ്പാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ വിരളമാണ്. അതിനെല്ലാം ഗുരുവിന്റെ ഒരു കൃപ നമ്മളുടെ ഇവിടെ അത്രമാത്രം ഉണ്ടായിട്ടാണെന്നുള്ള കാര്യം നമുക്ക് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ആ മഹാഗുരുവിന്റെ ബന്ധം, ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്ന മഹനീയമായ ഉദാത്തമായ ബന്ധത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. അത്യന്തം സന്തോഷത്തോടെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ മഹാകവി കുമാരനാശാൻ മറ്റൊരു കൃതി കൂടി രചിക്കുകയുണ്ടായി. ഏതാണത്? മഹാസമാധി മന്ദിരത്തിലെ പൂജയ്ക്ക് ചൊല്ലുന്നത് ഗുരുസ്തവമാണെങ്കിൽ ശാരദാഷ്ടകം രചിച്ചതും മഹാകവി കുമാരനാശാനാണ്. അപ്പോൾ ശാരദയെ പ്രതിഷ്ഠിച്ച കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളിയ മഹാഗുരു ശിഷ്യനെ വിളിച്ചിട്ട് പറയും, കുമാരു, ശാരദയെ പൂജിക്കാൻ ആരാധിക്കാൻ വരുന്നവർക്ക് ഒരു പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഗുരുവിന്റെ കൽപ്പന അംഗീകാരവും അനുഗ്രഹവുമായി എടുത്ത കുമാരനാശാൻ അപ്പോൾ തന്നെ രചിച്ച് ഭഗവാന്റെ മുമ്പിൽ ചൊല്ലിക്കേൽപ്പിച്ചതാണ് ശാരദാഷ്ടകം. അവിടെ പരമപ്രധാനമായി ചൊല്ലുന്ന ഒരു കൃതിയും ശാരദാഷ്ടകമാണ്. ഈ 2 കൃതിയും മഹാഗുരുവിന്റെ സച്ചിഷ്യനായ കുമാരനാശാനാണ് രചിച്ചത്. അപ്പോ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ബന്ധം ഒന്ന് മനസ്സിലാക്കി നോക്കി. അതെങ്ങനെയാണ് ശാരദാഷ്ടകം? വ്യാപ്യവാങ്മയമിദം ജഗസ്ഥിത വ്യാതനോതു മമ ദേവതാശ്രയം കാവിഹസ്ത പരിവാദിനികള കാകളീലയ കലാകുതൂഹല. അങ്ങനെ ചൊല്ലുക.
സാത്വികീ ഗുണവിലാസ ചിത്രിതായാത്മന പരമപാവനീ കല സാ ശിവാനി വിധതാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. അങ്ങനെ പോകുന്നു ശാരദാഷ്ടകം. ആ ശാരദാഷ്ടകത്തിൻ്റെയൊക്കെ ആ പ്രാധാന്യം നമ്മൾ അറിഞ്ഞ് ചൊല്ലുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം കഷ്ടമാണ്. അപ്പൊ നമുക്കിനി അതൊക്കെ നമ്മൾ നമ്മുടെ ചൊല്ലുന്ന നാമജപങ്ങളിലൊക്കെ നമുക്കത് ഉൾപ്പെടുത്തണം. അത്രമാത്രം പരമപ്രധാനമായ കൃതിയാണ് അതൊക്കെ. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞപ്പോണ്ടല്ലോ ഗുരുവിന് ശിഷ്യന്റെ ഈ ആ സർഗവാസനയില് അത്രയ്ക്കും സർഗധനനായ ശിഷ്യന്റെ വാഗ്വിലാസത്തിൽ സന്തോഷാധിക്യം പൂണ്ട് ഗുരു ശിഷ്യനെ ആ ശാരദാദേവിയുടെ മുമ്പിൽ തന്നെ നിന്നിട്ട് പുറം തലോടി തഴുകുന്നുണ്ട്. അങ്ങനെ തലോടി തഴുകുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു സന്തോഷാധിക്യത്തിൽ ഈ കുമാരനാശാൻ വീണ്ടും ഒരു കൃതി നമുക്ക് രചിച്ചു തന്നിട്ടുണ്ട്. അത് നിജാനന്ദ വിലാസം എന്നാണ്. അതിലെ കുമാരനാശാൻ ആ ഭഗവാന്റെ തൃക്കരങ്ങൾ തലോടിയപ്പോൾ കിട്ടിയ ആ സ്പർശന ദീക്ഷ, ആ സുഖത്തിൽ പറയുകയാണ്: മന്ദാരപ്പൂമ്പൊടിക്കൈ മലർ മധുരമെടുത്തെന്നെ മാനിച്ചു മായക്കന്താപായം ഭവിക്കും പടി ഉടൽ പുണരും കൗശലത്തിൽ കലർത്തി മന്ദാഭാവാനുകമ്പം മമ മുകളിൽ മുകർന്നൂറും അദ്വൈത സമ്പത് സന്താനം ചെയ്ത സാരാമൃതലഹരി മൊഴിക്കേതു ഞാൻ ആദരിപ്പൂ. അത്രമാത്രം ആ തലോടലിൽ അങ്ങ് അനുഭവിച്ച് അവിടെ ഇല്ലാതെയാവുകയാണ് കുമാരനാശാൻ ചെയ്തത്. അത് നമുക്ക് അല്പമെങ്കിലും നമുക്ക് പകർന്നു തന്നത് നിജാനന്ദ വിലാസത്തിലൂടെയാണ്. അങ്ങനെ മഹാഗുരുവിനെ അറിഞ്ഞ് ഗുരുവിന്റെ പരബ്രഹ്മ സ്വരൂപത്തെ സാക്ഷാത്കരിച്ച സച്ചിഷ്യനായ മഹാകവി കുമാരനാശാൻ മഹാകാവ്യം വല്ലതും എഴുതിയോ? മഹാകാവ്യമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്? ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രബദ്ധ്യതേ. അവിടെയും കുമാരനാശാൻ പാടിയിട്ടുണ്ട്. എന്താണ്? ഒരു ഗുരുപാദ ദശകം, അത് അങ്ങനെ ഒരു കൃതിയും കൂടി രചിച്ചു തന്നിട്ടുണ്ട്. അതിൽ പറയാണ്: പ്രീതിക്കാളാകിലോരാദഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിനും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. ഒന്നും വേണ്ട, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി അല്ലേ? ജാതിജന്യമായ തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന കാലത്താണ് സ്വന്തം ഭീഷണ വൈഭവം കൊണ്ട് കവിത്രയ സിംഹാസനത്തിൽ കയറിയിരുന്ന ആളാണ് മഹാനുഭാവനായ കുമാരനാശാൻ. അവിടെ നിന്നും കൊണ്ടൊന്നും തീർന്നില്ല. കുമാരനാശാൻ ഒരിക്കല് ഇതുപോലൊരു വേദിയില് ഇങ്ങനെ നിറഞ്ഞ സദസ്സില് സ്വാഗത പ്രസംഗം ചെയ്യാൻ നിൽക്കുക. എന്നിട്ട് കുമാരനാശാൻ ഇങ്ങനെ നിൽക്കുമ്പോ ഈ വേദിയില് മഹാഗുരുവിന്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ആ ചിത്രത്തില് മാല ഇട്ടിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷമാണ് ഈ നമ്മളുടെ ചിത്രമൊക്കെ വെച്ച് ആരാധിക്കുന്നത് എന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് സശരീരധാരണ കാലത്തും മഹാഗുരു ഇല്ലാത്ത സമയത്ത്, മഹാഗുരു യാത്രയിലായിരിക്കുമ്പോൾ, ഇന്ന് ആചാര്യൻ നമ്മളോട് പറഞ്ഞു അല്ലേ, 1917 ചൈതന്യസ്വാമികള് ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം നമുക്ക് രചിച്ചു തന്നത്. അന്ന് മഹാഗുരുവിനെ അത് കാണിച്ചു കൊടുത്തിട്ട് അതില് ഒരു ശിവായ നമ, എത്രയോ മന്ത്രങ്ങളാണ് അതില്. ശിവായ നമ എന്നൊക്കെയുള്ള മന്ത്രമുണ്ട്. ഇതൊക്കെ മഹാഗുരു അതില് കണ്ടിട്ട് അത് പൂജിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തതാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ ആചാര്യന്മാരിൽ നിന്നല്ലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് ആരിൽ നിന്ന് കിട്ടും ഇതൊക്കെ? ഇങ്ങനെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. പൂജ ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷമാണ് ഇങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ വെച്ച് പൂജിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ഗുരു ഉള്ളപ്പോഴും സശരീര ധാരണ കാലത്തും ഇതേപോലെ മഹാഗുരുവിന്റെ ചിത്രം വെച്ച്
വിളക്ക് കൊളുത്തിയിരുന്നു എന്നുള്ളതാ. അങ്ങനെ ഒരു സദസ്സില് കുമാരനാശാൻ ഇങ്ങനെ നിന്നുകൊണ്ട് പറയാണ്, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് പറയും. ഞാനല്ലേട്ടോ പറഞ്ഞ, ആരാ പറയണ? ആ, കുമാരനാശാനാണ്. ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും ഇങ്ങോട്ടെന്ന് പറയും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോ കുമാരനാശാൻ പറയും, അതെ, നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക യോഗ്യത ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് നെഞ്ചക്ക് വിരിച്ചു നിന്നിട്ട് പറയണേ എനിക്കുണ്ട്. അപ്പൊ എല്ലാവരും പറയും, ഈശ്വര, ഇപ്പൊ നമ്മുടെ പോലത്തെ ആൾക്കാരൊക്കെ അന്നുണ്ടായിരുന്നേ. നന്നായിട്ട് കവിതയൊക്കെ എഴുതും, കൂട്ടത്തിൽ ഇത്തിരി നന്നായിട്ട് ഒക്കെ ഒന്ന് എന്തെങ്കിലും കഴിവൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോ കുറച്ച് കുശുമ്പ് അന്നും ഉണ്ടായിരുന്നു. പോണേക്കരക്കാർക്കില്ലട്ടോ, ഇവിടെ ഉള്ളവർക്കൊന്നും അതൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതുപോലെ അന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കേട്ടപ്പോ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്തൊക്കെയോ പറയണ. ഇത് കുമാരനാശാൻ എന്ന് പറഞ്ഞ വലിയ ധീരനല്ലേ, എന്ത് കാര്യം അങ്ങോട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, എല്ലാം പറയും. അപ്പൊ ഇങ്ങനെ പറയും, എന്താ പറഞ്ഞ, നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക യോഗ്യത അതാ ഇങ്ങോട്ട് നോക്കിയേ എനിക്കുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്നവര് പറയേ, ഈശ്വര, അത് ഇയാൾ ഇത്തിരി കവിതയൊക്കെ എഴുതുമല്ല, നമ്മളും കവിതയൊക്കെ എഴുതും, നമ്മളാരെയും കാണിക്കില്ലെന്നുള്ളൂ. എന്തിനിങ്ങനെ കാണിച്ച് മറ്റുള്ളവരെയൊക്കെ കാണിക്കുന്നത്, ഒന്നും വേണ്ടെന്നേ. അപ്പൊ ഇങ്ങനെ കുശു പറയാൻ തുടങ്ങും. അപ്പൊ കുമാരനാശാന് ഒരു ചിരി വരാൻ തുടങ്ങിയിട്ടാ. അപ്പൊ പറയും, എന്താണെന്നറിയാവോ ആ യോഗ്യത എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങും. എന്നാ പിന്നെ ഇയാൾ SNDP യോഗത്തിന്റെ സെക്രട്ടറി ആയിരിക്കുമല്ലോ. അപ്പൊ മറ്റേ പറയും, എന്ത് സെക്രട്ടറി, എന്ത് SNDP യോഗം, ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അന്ന് ഇത്രയും ഗമയൊന്നും ഇല്ലേ, അപ്പൊ പിന്നെ എന്ത് സെക്രട്ടറി എന്നൊക്കെ പറയാം. ഇപ്പൊ കുമാരനാശാൻ ഇതൊക്കെ കേൾക്കണുണ്ട് കേട്ടാ. കുമാരനാശാൻ ഈ മുഖഭാവമൊക്കെ കാണുമ്പോ അറിയാലോ. അപ്പൊ കുമാരനാശാൻ അത് എന്തൊക്കെ പറഞ്ഞാലും ഈ മഹാജനങ്ങളുണ്ടല്ലോ, മലകളിളകിലും മഹാജനാന മനമിളക ചപലോക്തി കേൾക്കിലും എന്ന്. മഹാജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അവർ ആനയെ പോലെയാന്ന് പറയണം. അവരിങ്ങനെ നടന്നു പോണം, ആന നടന്നു പോകുമ്പോ പുറകില് എന്തൊക്കെ ഉണ്ടാവും, ആ ആന തിരിഞ്ഞു നോക്കോ, നായയൊക്കെ കുരക്കും അല്ലേ, ഒക്കെ ചെയ്യും. പക്ഷെ ഈ മഹാജനങ്ങൾക്ക് അതിലൊന്നും ഒരു കാര്യമില്ലെന്ന്, അവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ശുദ്ധമായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അവര് അങ്ങ് നടക്കും. എന്നിട്ട് അവരത് ചെയ്തിട്ട് അവരെ ഇവിടെ നിന്ന് പോകും. ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴാന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. എന്താണ്, അവർക്ക് അധികകാലമൊന്നും ഇവിടെ വേണ്ടുന്ന കാലത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ അവരുടെ പ്രവൃത്തിയെ അത് ബാധിക്കും. അത് കാരണം അവര് പോകും. അപ്പൊ കുമാരനാശാൻ പറഞ്ഞേ, അല്ല മതി, ഞാൻ പറഞ്ഞുതരാ യോഗ്യത എന്താണെന്ന്. അങ്ങനെ മഹാകവി കുമാരനാശാൻ പറയും, നിങ്ങൾക്കില്ലാത്തൊരു പ്രത്യേക യോഗ്യത എന്താണെന്ന് വെച്ചാൽ, എനിക്കുള്ളത്രയും ഭക്തി മഹാഗുരുവിനോട്, ശ്രീനാരായണ പരമഹംസ ഭഗവാനോട് എനിക്കുള്ളത്രയും ഭക്തി നിങ്ങൾക്കില്ല എന്ന കാര്യത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയും. അപ്പോഴാണ് ആരും സദസ്സ് അനങ്ങാതെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. ആ ഭക്തിയല്ലേ മഹാഗുരുവിനെ ദൈവമായി കണ്ട്, ആ മഹാഗുരുവിന്റെ പരബ്രഹ്മ സ്വരൂപത്തെ സാക്ഷാത്കരിച്ച് ഭഗവാനെ സർവസ്വമായി കണ്ടിട്ട് ഗുരുവിനെ ദൈവമേ എന്ന് വിളിച്ച മഹാകവി കുമാരനാശാൻ. എവിടെയൊക്കെ ഉണ്ട് മഹാകവി കുമാരനാശാൻ ദൈവത്തെ വിളിച്ചേക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ദൈവമേ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ വേറെ മഹാഗുരുവിന്റെ അനുഗ്രഹത്താല് കുമാരനാശാന് ഉണ്ടായിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്ന് ഓർമ്മ വന്നത്, നമ്മുടെ വീണപൂവ് രചിച്ചത് 1907 ആ സമയത്ത് മഹാഗുരുവിന്റെ ഒരു വിഷൂചിക എന്ന് പറഞ്ഞൊരു അസുഖം വന്നപ്പോ കുമാരനാശാന്, വിഷൂചിക എന്ന് പറഞ്ഞ ചെറിയൊരു പനിയാണ്, അത് വന്നപ്പോ കുമാരനാശാന്റെ മനം നൊന്തുപോയി. ഭഗവാനെ, അപ്പൊ ഒരു പൂവ് കണ്ടു. പൂവിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് അല്ലേ? പക്ഷെ എന്നാലും ആ പൂവ് പെട്ടെന്ന് വാടി വീണുപോയാൽ എന്തായിരിക്കും? അതുപോലെ നമ്മുടെ ഗുരുവിന് എന്തെങ്കിലും, ഗുരുവിന്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുമാരനാശാന് താങ്ങാൻ പറ്റൂലായിരുന്നു. അതിൽ നിന്നുമാണ് ഈ പറഞ്ഞ വീണപൂവ് ജനിക്കുന്നത്. അപ്പൊ ഈ വീണപൂവ് ഈ പിന്നെ നമുക്ക് ഇവിടെ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് ഏതിനാണ്? ഇന്ത്യക്ക്. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, എല്ലാം അറിയാം അല്ലേ? നമുക്ക് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കൊണ്ടുവന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ? അത് ഏത് കൃതിക്കാണ്? ഗീതാഞ്ജലി എന്ന് പറഞ്ഞു. അപ്പോ 1982 ഒരു കർണാടക സാഹിത്യകാരൻ ശിവരാമ കാരന്ത് എന്ന് പറഞ്ഞ അദ്ദേഹം
ശിവഗിരി സമ്മേളനത്തിന് അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം പറയുവാണ്, അദ്ദേഹത്തിന് സാഹിത്യത്തില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം പറയുന്നത് അത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു മഹത്തായ ഒരു അവാർഡാണ്. പക്ഷെ ഇതിനേലും വലിയൊരു അവാർഡാണ് നോബൽ പ്രൈസ്. അത് ഗീതാഞ്ജലിക്കാണ് കിട്ടിയത്. അത് ഗീതാഞ്ജലി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്നാണ്. എന്ന് വെച്ചാല് എവിടെയാണോ മനസ്സ് ഭയമില്ലാതിരിക്കുന്നത് അവിടെ ശിരസ് ഉയർന്നു നിൽക്കുന്നു എന്നാണ് ആ ഗീതം തുടങ്ങുന്നത്. പക്ഷേ 1907 നിങ്ങളുടെ സ്വന്തം കുമാരനാശാൻ എഴുതിയ വീണപ്പൂവ് അത് പറയുന്നത് ഒരു വലിയൊരു സൈദ്ധാന്തമാണ്, ഒരു ചിന്തയാണ് അത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് വെച്ചാല് ഈ പ്രപഞ്ചത്തിലെ മോഹവലയങ്ങളെല്ലാം നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്, ശാശ്വതമായിട്ടുള്ളത് പരമമായ സത്യം മാത്രമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വരികളായിരുന്നു. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ അവാർഡ് കമ്മിറ്റിക്ക് കൊടുത്തിരുന്നുവെങ്കിൽ 1913 വരേണ്ട നോബൽ പ്രൈസ് 1907 നമ്മുടെ കുമാരനാശാൻ ഇവിടെ കൊണ്ടുവന്നാനെ എന്ന് അദ്ദേഹം ആ പ്രസ്താവന അവിടെ ആ പ്രസംഗങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ പ്രസംഗം നമ്മുടെ ശിവഗിരിയിൽ അത്രമാത്രം മഹത്തായ കൃതിയെ നമ്മുടെ കുമാരനാശാനിൽ അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്നതും മഹാഗുരുവാണ്. അപ്പോ അങ്ങനെ മഹാഗുരുവിനെ ദൈവമേ എന്ന് പറഞ്ഞ കുമാരനാശാൻ എവിടേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ? എവിടേക്കാണ് കുമാരനാശാൻ ഗുരുവിനെ ദൈവമേ എന്ന് വിളിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാതെ. ഓർമ്മയിലേക്കൊന്ന് പോവാം നമുക്ക് കേട്ടാ. എങ്ങനെയാണ് ആദ്യമൊക്കെ കുമാരനാശാൻ രചിച്ച കൃതികളൊക്കെ ശൃംഗാര കാവ്യങ്ങളാണ്. കുമാരനാശാനെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പൊ വെൺമണി നമ്പൂതിരിപ്പാട് അവരൊക്കെ വരെ ഈ ശൃംഗാര കാവ്യങ്ങൾക്കായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. അപ്പോൾ കുമാരനാശാനോട് ഗുരു വിളിച്ചിട്ട് പറയും, ഇനി ശൃംഗാര കാവ്യങ്ങളൊന്നും എഴുതരുത്, ഭക്തിപ്രധാനമായത് ചെയ്യൂ എന്ന് പറയും. അതിനുശേഷം കുമാരനാശാൻ ആദ്യമായിട്ട് രചിച്ചതാണ് ഭക്തവിലാപം. അതിൽ കുമാരനാശാൻ എങ്ങനെയാണ് ഭഗവാനെ വിളിച്ചതെന്ന് അറിയോ? അണകവിയുന്നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ, എൻ്റെ ദൈവമല്ലോ എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശങ്കര ശതകം രചിച്ചു. അതിലും ദാ കുമാരനാശാൻ ഭഗവാനെ വിളിക്കണേന് ഭവനീയ ഭഗവാൻ ഭവാംബുധൗ ഭാവി ഭവ്യ ഭയനാശമൂലകൻ ജീവദേശികനെനിക്കു ദൈവമേ, ജീവദേശികനെനിക്കു ദൈവമേ. കണ്ടോ, അവിടെയും എനിക്ക് ദൈവമേ എന്നാണ് വിളിച്ചത്. എങ്ങനെയാണ്? ഭവനീയ ഭഗവാൻ ഭവാംബുധൗ നാവികൻ നിപുണ നാണുനാമകൻ ഭാവി ഭവ്യ ഭയനാശമൂലകൻ ജീവദേശികനെനിക്കും ദൈവമേ, ജീവദേശികനെനിക്കും ദൈവമേ എന്നാ വിളിക്കണത്. അതും കഴിഞ്ഞ് മഹാകവി കുമാരനാശാൻ പിന്നെ 1904 ഭഗവാനെതിരെ ഒരു കേസ് നടപടി ഉണ്ടാവുന്നുണ്ട്. അത് ഗുരുവിന് സമൻസ് 2-3 പ്രാവശ്യം വന്നിട്ട് ഗുരു കോടതിയിൽ പോയില്ല. അതിനൊരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. പക്ഷെ എന്നാലും നമുക്കവിടെ മഹാഗുരുവിനെ ദൈവമേ എന്ന് വിളിച്ചത് എവിടെയാണെന്ന് നോക്കണം. അപ്പൊ ഈ സമൻസ് വന്നിട്ടൊന്നും നമ്മുടെ മഹാഗുരു പോകാഞ്ഞപ്പോൾ കോടതി നടപടി വന്നതിന് എതിരെ കുമാരനാശാൻ ഒരു കവിത എഴുതും ആ രാജവംശത്തിനെതിരെ. അതൊരു ദൂഷിതമായ ന്യായാസനം എന്നുള്ള ആ നടപടിക്കെതിരെ കൊടുക്കുന്ന ഒരു കവിതയാണ്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ പുറത്തു വന്നിട്ടില്ല, അത്രയധികം ആൾക്കാർക്കൊന്നും അത് പരിചയമില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടും കുമാരനാശാൻ ഒരു നിവേദനം സമർപ്പിക്കുന്നുണ്ട്. ആ നിവേദനത്തിൽ കുമാരനാശാൻ പറയുകയാണ്, ഞങ്ങളെല്ലാം കാണപ്പെട്ട, ഞങ്ങളുടെ എല്ലാം കൺകണ്ട ദൈവമായ, ഞങ്ങളെല്ലാം ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഞങ്ങളുടെ ഗുരു
എവിടെയാണോ ഉപവിഷ്ടനായിരിക്കുന്നത് അവിടെ വിളക്ക് വെച്ച് കർപ്പൂരാരാധന ചെയ്യുന്ന ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തിനെതിരെ എടുത്ത ഈ നടപടി അന്യായമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇനി ഗുരു അതുപോലെ പിന്നെയും എഴുതിയേക്കുകയാണ്. ഗുരു യാത്രയിലായിരിക്കുന്ന സമയത്ത് ആ ഗുരു ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങള് ചിത്രം വെച്ച് ഞങ്ങൾ കർപ്പൂരാരാധന ചെയ്യുന്ന ഞങ്ങളുടെ ഗുരുവിനെതിരെ ഈ നടപടി അന്യായമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു നിവേദനം കുമാരനാശാൻ അന്നത്തെ കോടതിയിലേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷമാണ് കോടതി നടപടി വരുന്നത്. അന്ന് ശരിക്കും രാജവാഴ്ചയാണ്. അപ്പൊ കോടതി പറയും ഇത് രാജാക്കന്മാരുടെയും കൂടി തീരുമാനത്തിന് വിടണം എന്ന് പറയും. രാജാക്കന്മാരെന്ത് ചെയ്യും? അവരുടെ ഉപദേഷ്ടാവായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലേക്ക് അതയക്കും. ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് മഹാഗുരുവിനെ കുറിച്ച് 6 മാസം പഠിച്ചു. അതിനുശേഷം വന്ന വിധിയാണ് ഗുരു നിയമ്യനല്ല, നിയാമകനാണ്. ഗുരു വിധേയനല്ല, വിധാതാവാണ്. ഗുരുവിനെ വിധിക്കാൻ ആർക്കും സാധ്യമല്ല. അതിനാൽ സാധാരണക്കാർക്ക് വരുന്ന ഒരു നിയമ നടപടികളും മഹാഗുരുവിനിൽ എടുക്കാൻ പാടില്ല. ഇനി കോടതിക്കോ നിയമ സംവിധാനത്തിനോ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഗുരു എവിടെയാണോ ഉപവിഷ്ടനായിരിക്കുന്നത് അവിടെ ചെന്ന് അറിയേണ്ടതാണ്. ഗുരു എവിടെയാണ് വിലാസം ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയണം എന്ന ആ കോടതി വിധി വന്നത് ഈ കുമാരനാശാന്റെ നിവേദനത്തിന്റെയും ഈ പറയുന്ന കവിതയുടെയും ആ ഒരു പരാമർശത്താലാണ്. അപ്പോൾ മഹാകവി കുമാരനാശാൻ കണ്ടോ, അവിടെയും ആ നിവേദനത്തിലും പറയുന്നത് എന്തെന്നാണ്? ഞങ്ങളുടെ എല്ലാം കൺകണ്ട ദൈവമാണെന്നാണ് പറയുന്നത്. ദൈവം നമ്മള് പ്രിയ സുഹൃത്തുക്കളെ, ആത്മമിത്രങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രീനാരായണീയരാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ, ശ്രീനാരായണ ധർമ്മ അവലംബികളാണ് നമ്മളെന്ന് അഭിമാനിക്കുമ്പോൾ നമ്മളിൽ അവശ്യം ചേർന്നിരിക്കേണ്ട 3 ഗുണങ്ങളിൽ ഒന്ന് മഹാഗുരുവിന്റെ സ്വരൂപം, അത് ഈശ്വര സ്വരൂപം തന്നെയാണെന്നുള്ള ഉറച്ച ബോധം നമ്മളിലേക്ക് ഉണ്ടാകേണ്ടത് അത് നമ്മളിൽ അടങ്ങിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ മഹാഗുരുവിനെ വിളിച്ചാല് നമ്മൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? പക്ഷെ അത്രമാത്രം ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ കുമാരനാശാൻ പറഞ്ഞ പോലെ ഇല്ല. നമ്മൾ ഓടി ഓടി നടക്കുക. അതാണ് മഹാഗുരു. ഗുരു സാക്ഷാത് പരം ബ്രഹ്മം. ഇതിനുശേഷം അടുത്ത കുമാരനാശാൻ വിളിക്കുകയാണ്. കുമാരനാശന് മഹാകവിയാകണമെന്നേ, മഹാകാവ്യം എഴുതിയില്ലല്ലോ. പാവം കുമാരനാശന് സങ്കടമുണ്ട്. കുമാരനാശൻ ഇടക്കിടക്ക് പറയും എനിക്കൊരു മഹാകാവ്യം എഴുതണം. പക്ഷേ അത് മഹാഗുരുവിന്റെ ജീവസംഗ്രഹം അത് ഒരു കാവ്യമാക്കണം എന്നൊക്കെ കുമാരനാശന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ്. ഇനി 1910 മഹാഗുരുവിന് 54 വയസ്സായി. എത്ര വയസ്സ്? 54ാം ജന്മദിനം. ആ സമയത്ത് കുമാരനാശാൻ വേറൊരു ഗീതം കൂടി രചിക്കുകയുണ്ടായിരുന്നു. വേറൊരു കീർത്തനം കൂടി രചിച്ചു. അതേത് കീർത്തനമാണ്? അറിയോ? എല്ലാവർക്കും അറിയാം. ഇനി അയ്യോ അതെനിക്കറിയാമെന്നൊന്നും പറയരുത് കേട്ടോ. ഞാൻ ചൊല്ലട്ടെ. അത് എന്താണ്? അതൊരു സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടാണ്. നമിക്കുവിൻ സഹജരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ? കണ്ടോ അവിടെയും ഗുരുവിനെ എന്താ പറഞ്ഞത്? എങ്ങനെയാണ്? നമിക്കുവിൻ സഹജരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? നിനയ്ക്കണം, ആരായണം. ഗുരു ആരാണെന്ന് നിനച്ചാൽ മാത്രമേ ആ ശുദ്ധഹേതുവായിട്ട് ഗുരു വരുള്ളൂ. അല്ലാതെ നമ്മളിലേക്കൊന്നും ഗുരു വരില്ല. നമ്മളുടെ ഹൃദയത്തില് ഗുരുവിനെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ചാൽ ഗുരു നമ്മൾക്ക് ആ സംശയ നിവൃത്തി മാറ്റി ഗുരു സാക്ഷാത് പരം ബ്രഹ്മം തന്നെയാണെന്ന ഉറച്ച ബോധത്തിലേക്ക് എത്തിക്കും.
ആ ഇരിക്കട്ടെ. അപ്പൊ 1910 ഗുരുവിന് എത്ര വയസ്സാ? 54 വയസ്സ്. അപ്പൊ 60 വയസ്സ് എപ്പോഴാവും? കണക്ക് കൂട്ടട്ടെ, കയ്യൊക്കെ എടുത്ത്. 1916 കറക്റ്റ് ഉത്തരം കേട്ടോ. 1900 ഇതാണ് അടുത്ത് വന്ന് നിൽക്കണത്, നല്ല കേൾക്കാൻ പറ്റുള്ളൂ. 1916 മഹാഗുരുവിന് 60 വയസ്സായി. അങ്ങനെ ആ 60-ാം വയസ്സിലെ കുമാരനാശാൻ വീണ്ടും 3 കാര്യങ്ങൾ 41 ദിവസം വ്രതാനുഷ്ഠാനം എടുത്തിട്ടാണ് മഹാകവി കുമാരനാശാൻ ചെയ്തത്. 3 കാര്യങ്ങൾ. അതൊന്ന് ദീപാർപ്പണം എന്ന് പറഞ്ഞൊരു കൃതിയില്ലേ, അതാരാ രചിച്ചു തന്നത്? പോണേക്കരനോട് ചോദിക്കണ്ടോ, കാരണം അതൊക്കെ കാണാപ്പാടാണ് അല്ലേ. അത് ദീപാർപ്പണം എന്ന് പറഞ്ഞ കുമാരനാശാൻ രചിച്ച കൃതിയാണ്. എങ്ങനെയാണ്? ഭവബന്ധമൊടു സത്യരൂപനാം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പവനപ്രഭയും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ എന്നും ആചാര്യൻ പഠിപ്പിച്ചത് നമ്മളുടെ ഹൃദയത്തിലാണ് മുഴങ്ങുന്നത് അല്ലേ. കാതിലൂടെ ആചാര്യൻ പഠിപ്പിച്ചത് നമ്മളുടെ ഹൃദയത്തിൽ മുഴങ്ങും. എങ്ങനെയാണ്? സാവധാനം, വളരെ ശ്രദ്ധയോട്. സാവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. ആ ശ്രദ്ധയോടുകൂടി വേണം ആ സത്യരൂപനായ ദേവന് വിളക്ക് കൊളുത്താൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദീപാർപ്പണം. അത് തൃപ്പാദങ്ങളുടെ 60-ാം വയസ്സിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം കുമാരനാശാൻ ചെയ്തതാണ്. രണ്ടാമത് നമ്മളെല്ലാവരും ആലപിക്കുന്ന നാരായണമൂർത്തെ, അതും അന്നാണ് ചെയ്തത് അല്ലേ. അതിന് സമാജസ്തുതി എന്നും കൂടി ഒരു പേരുണ്ട്. അപ്പോൾ അതും രചിച്ചു തന്നതും. അതിലെങ്ങനെയാണ് കുമാരനാശാൻ മഹാഗുരുവിനെ വിളിക്കണത്? ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. കണ്ടോ, അവിടെയും മഹാഗുരുവിനെ പരദൈവം എന്നാണ് വിളിക്കുന്നത് കുമാരനാശാൻ അല്ലേ. പരദൈവമാണ്. അങ്ങനെ രണ്ടാമത് അത് ചെയ്തു. മൂന്നാമത് മഹാഗുരുവിൻ്റെ ഒരു എണ്ണഛായാ ചിത്രം കോലത്തുകരയിൽ ഉണ്ട്. അതിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് സമയമില്ല പറയാൻ. അപ്പോൾ ആ കോലത്തുകരയിൽ ആ ഒരു ചിത്രം 2 നേരത്തെ നിവേദ്യാദി പൂജകളോടുകൂടി കുമാരനാശാനാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ മഹാഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠ എവിടെയാണെന്ന് ചോദിച്ചാൽ കോലത്തുകരയിലെ കുമാരനാശാനാണ് 2 നേരം നിവേദ്യത്തോടു കൂടി അവിടെ പ്രതിഷ്ഠിച്ചത്. അതെപ്പോഴാണ്? മഹാഗുരുവിൻ്റെ 60-ാം പിറന്നാൾ. അന്ന് ഗുരു സശരീരധാരണ ആണോ? ഗുരു ഉള്ളപ്പോൾ തന്നെയാണ്, സശരീരധാരി ആയിരിക്കുമ്പോൾ തന്നെയാണ് ആ പ്രതിഷ്ഠ അവിടെ കുമാരനാശാൻ നിർവഹിച്ചത്. അതിനുശേഷം തിരുവനന്തപുരത്ത് കൈതമുക്കില് കുമാരനാശാനും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഷഷ്ടിപൂർത്തി മന്ദിരം അവിടെ നിർമ്മിച്ചു. അവിടെ അന്ന് നല്ലൊരു സദ്യയൊക്കെ നടത്തി. ഏതാണ്ട് രാവിലെ 9:30 മണിക്ക് തുടങ്ങിയ സദ്യ അവസാനിച്ചത് രാത്രി 11 മണിക്കാണെന്നാണ് പറയുന്നത് ചരിത്രം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രമാത്രം ഗംഭീരമായിട്ടായിരുന്നു മഹാഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം നടന്നത്. അങ്ങനെയൊക്കെ മഹാകവി കുമാരനാശാൻ ഗുരുവിൻ്റെ പരബ്രഹ്മ സ്വരൂപം സാക്ഷാത്കരിച്ച് അനുഭവിച്ച് ആ ഗുരുവിനെ ദൈവമേ എന്ന് വിളിച്ച മഹാകവി കുമാരനാശാൻ മഹാകാവ്യമൊന്നും എഴുതാതെ മഹാകവിയായി 1922 വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയൊക്കെ വാങ്ങി ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മഹാകവിയാണ്. പിന്നെയോ അന്നത്തെ ആദ്യത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി സാർ പറയുന്നത് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നാണ് വിശേഷിപ്പിച്ചത്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഉച്ചസ്ഥരം ഗർജിച്ച് വിപ്ലവത്തിന്റെ നാമ്പുകളിൽ അഗ്നി പടർത്തിയ മഹാകവി, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്നും പാടി നമ്മുടെ മലയാളികളെയൊക്കെ കോൾമയർ കൊള്ളിപ്പിച്ച, രോമാഞ്ചമണിയിപ്പിച്ച മഹാകവി എന്നാണ് 1837 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് മഹാകവി കുമാരനാശാൻ
ഒരു വിഷുപക്ഷി സ്വർഗത്തിൽ നിന്ന് വിരുന്നു വന്നതുപോലെ നമ്മുടെ അടുത്തേക്ക് വന്നത്. ശ്രീനാരായണ ദർശനം നിറച്ചാർത്തേകിയ പൊൻപേന കൊണ്ട് അന്നത്തെ വികലമായ സാമൂഹ്യക്രമത്തെ, കേരളത്തിന്റെ വികലമായ സാമൂഹ്യക്രമത്തെ മാറ്റിയ നവോത്ഥാന ചാലകശക്തി മഹാഗുരു ഇല്ലായ്മകളിൽ നിന്നും കണ്ടെത്തി തേച്ചു മിനുക്കിയെടുത്ത മാണിക്യ കല്ല്, അതുപോലെ ഗുരു ലോകത്തിന് സമ്മാനിച്ച നവോത്ഥാന നായകൻ, ദാർശനിക മഹാകവി, ജീവിതത്തിൽ വെന്തുരുകിയ തീച്ചൂളയിൽ നിന്നും ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തും ശ്രീനാരായണ ദർശനം പാകപ്പെടുത്തിയ മനസ്സുമായി സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്ത് വിജയ പതാക ഉയർത്തിയ മഹാമനീഷിയാണ് അദ്ദേഹം. അതുപോലെ ക്ഷീണിക്കാത്ത മനീഷയും മഷിയുണങ്ങാത്ത പൊൻപേനയും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ വിപ്ലവത്തിന്റെ തരംഗം കോറിയിട്ട നവോത്ഥാന നായകൻ. അതുപോലെ ഇല്ലപ്പറമ്പിൽ നിന്ന് സാവിത്രി അന്തർജനത്തെ ചെറുമന്റെ ചാളക്കുടലിൽ എത്തിച്ച് മാംസനിബദ്ധമല്ലാത്ത അനുരാഗം മലയാളിക്ക് കാട്ടിക്കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ്. കൂടാതെ അധിക തുങ്കപഥത്തിൽ വിരാജിച്ചിരുന്ന ആ പുഷ്പം പൂഴിമണ്ണിൽ വീണടഞ്ഞ വാഗ്മയ ചിത്രം കാട്ടി സമൂഹത്തിന് ശ്രീഭൂവിൽ അസ്ഥിര എന്ന് പഠിപ്പിച്ച തത്വജ്ഞാനി കൂടിയാണ്. 19-20 ദശകത്തിന്റെ ആദ്യഘട്ടം കൈരളി കണ്ട ഏറ്റവും പ്രതിഭാധനനായ ദാർശനിക മഹാകവിയാണ്. സാഹിത്യത്തെ വാനോളം പുഷ്കലമാക്കി വാനോളം ഉയർത്തിയ മഹാകവി. അതുപോലെ മനുഷ്യ കഥാനുഗായിയായി കഥ പറഞ്ഞ് മഹാകാവ്യമൊന്നും രചിക്കാതെ സാഹിത്യ കവി സാർവഭൗമനായി, മാത്രമല്ല കാവ്യഗന്ധർവനാണ്. അങ്ങനെ വിശേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ നീണ്ട് പോവുകയാണ്. ഇതുകൂടാതെ ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രനാണ്. അതുപോലെ നമ്മുടെ SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കൃതികളുടെ റോയൽറ്റി കൊണ്ട് ആദ്യകാലത്തെ SNDP യോഗത്തിന്റെ ബാലാരിഷ്ടത മാറ്റിയ ത്യാഗധനനാണ്. മഹാഗുരുവിന്റെ ജീവചരിത്രകാരനാണ്. ഗുരുവിന്റെ ദർശനം കേരളമൊട്ടാകെ പ്രചരിപ്പിച്ച കർമ്മയോഗിയാണ്. അതുപോലെ നിൽക്കുന്നില്ല കേട്ടോ, കുമാരനാശാനെ പറ്റി പറഞ്ഞിങ്ങനെ പോരും. പിന്നെയോ നമ്മുടെ മഹാകവി കുമാരനാശാൻ ആയുസ്സും കുമാരനാശന്റെ വപസ്സും അവശജനകോടികൾക്ക് വേണ്ടിയിട്ട് ഗുരുവഴിയിൽ ബലി കഴിച്ച സാമൂഹ്യ പ്രവർത്തകനാണ്. കൂടാതെ കവി കാളിദാസന്റെ കാവ്യഭാവനയും ഹോമേറിന്റെ ചരിത്രാവബോധവും വാൾട്ടയർ റൂസോമാരുടെ വിപ്ലവ വീര്യവും അതുപോലെ നമ്മുടെ ബുദ്ധന്റെ അഹിംസയും മഹാഗുരുവിന്റെ മാനവികതയും ഒത്തുചേർന്ന മഹാമനീഷിയാണ് അദ്ദേഹം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. 1926 ജനുവരി 16-ാം തീയതി 1924 ജനുവരി 16 റെഡിമർ എന്ന് പറഞ്ഞ ബോട്ട് അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പല്ലനയാർ കവർന്നെടുത്തെങ്കിലും ഇന്നും ന്യായാസനങ്ങളെ വിറപ്പിച്ച പല്ലവി എന്താണത്? മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലേ? അതല്ലായെങ്കിൽ മാറ്റുവിൻ ഇതുകൾ നിങ്ങളെത്താൻ ഇന്നും സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ സജീവമായി നിൽക്കുകയാണ് ആ മാറ്റൊലി. കുമാരനാശാന്റെ ഭൗതിക ശരീരം പല്ലനയാർ കവർന്നെടുത്തെങ്കിലും ഇന്നും മലയാളികളുടെ മനസ്സിൽ, മനുഷ്യ മനസ്സുകളിൽ ഇന്നും ജ്വലിച്ചുകൊണ്ട് മനുഷ്യ കഥാനുഗായിയായി കവി സാർവഭൗമനായി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും മഹാകവിയുടെ ആ ഓർമ്മ. ദീപ്തമായ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് കൂപ്പുകയോടെ നമസ്കരിക്കാം. നമസ്കാരമുപഗുപ്ത വരിക ഭവാൻ നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്കായി പതിത കാരുണികരാം ഭവദൃശസുതന്മാരെ ക്ഷിതി ദേവിക്കുന്നു വേണം അധികം പേരെ. നമുക്കൊന്നും കൂടി വിളിക്കാം അല്ലേ?
നമസ്കാരമുപഗുപ്ത വരിക ഭവാൻ നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്കായി പതിത കാരുണികരാം ഭവദൃശസുതന്മാരെ ക്ഷിതി ദേവിക്കിന്നു വേണം അധികം പേരെ. വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. പ്രിയ ഗുരുനാഥന്റെ പാതാരബന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് വാക്കുകളെല്ലാം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മഹാകവി കുമാരനാശാനും ശ്രീനാരായണ ഗുരുദേവനും എന്നുള്ള വിഷയത്തെ അധികരിച്ച് 1 മണിക്കൂറിലേറെ സമയമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീമതി സ്മിത പ്രിയകുമാർ. ഞാൻ ഇനി പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല. ഗുരുവിനെയും കുമാരനാശനെയും അധികരിച്ചുള്ള വിഷയങ്ങളിലും കൃതികളിലും ഇത്രയും അവഗാഹമായിട്ടൊരു പ്രസംഗം നമുക്ക് കേൾക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചതിൽ ഉള്ള നന്ദി ഗുരുദേവ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയായി ഞാൻ സ്മിത ടീച്ചറിന് സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത പ്രഭാഷകൻ ശ്രീ പി പി രാജൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതാണ് ആധികാരികമായി.